ഓം ശാന്തി. സെക്കൻഡിൽ എൻ്റെ അനാദി സ്വരൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ചൈതന്യ നക്ഷത്രം ബ്രഹ്മലോകത്തിലിരിക്കുന്നു. സ്വർണ്ണച്ചുവപ്പാർന്ന പ്രകാശത്തിൽ ഞാൻ ആത്മാ ഒരു തേജസ്വി നക്ഷത്രമായി മിന്നിത്തിളങ്ങുന്നു. ഞാൻ ഭൗതിക ലോകത്തിൽ നിന്നും വേർപെട്ട് ഒരു നിരാകാരി ബാബയോട് ചേർന്നിരിക്കുന്നു. ഞാൻ തേജസ്വി ദിവ്യ നക്ഷത്രം ബ്രഹ്മലോകത്തിൽ നിന്നും താഴേക്കിറങ്ങി സാകാര ലോകത്തിലെത്തുന്നു. ഒരു അതിഥിയുടെ രൂപത്തിൽ ഞാൻ ഈ ദേഹമാകുന്ന മാളികയിൽ പ്രവേശിക്കുന്നു. ഞാൻ ആത്മാ ഈ ദേഹത്തിൽ അതിഥിയാണ്. ഈ ദേഹം ബാബ അല്പസമയത്തേക്ക് ഈശ്വരീയ കാര്യത്തിനു വേണ്ടി തന്നിരിക്കുകയാണ്. ഈ ദേഹവും എൻ്റേതല്ല, അതിനാൽ ഇതിനോട് മോഹമില്ല. ഞാൻ ദേഹബോധത്തിൽ നിന്നും ഉപരിയായിരിക്കുന്നു, നഷ്ടമോഹയായിരിക്കുന്നു, വേറിട്ട സ്ഥിതിയിലിരിക്കുന്നു. ദേഹത്തിൽ പ്രവേശിച്ച് കർമ്മം ചെയ്യുന്നു. സെക്കൻഡിൽ ദേഹബോധത്തിൽ നിന്നും ഒഴിവായി നിരാകാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശരീരം, മനം, ധനം സർവ്വതും ബാബയുടേതാണ്. ഞാൻ ഉപരാമമായിരിക്കുന്നു. ദേഹബോധത്തെ മറന്ന് ഞാൻ ഡബിൾ സ്ലൈറ്റ് സ്ഥിതിയിൽ സ്ഥിതമാകുന്നു. ഞാൻ കമലാസനത്തിൽ വിരാജമാനാണ്. വികാരങ്ങളാകുന്ന അഴുക്കിൽ നിന്നും അലിപ്തമായിരിക്കുന്നു. ലൗകിക സംബന്ധത്തിൻ്റെ നടുവിലാണെങ്കിലും സങ്കൽപ്പത്തിൻ്റെയും സംബന്ധങ്ങളുടെയും സ്മൃതിയില്ല. സദാ അലൗകിക പാരലൗകിക സംബന്ധത്തിൻ്റെ സ്മൃതിയിലിരിക്കുന്നു. സർവരോടും കേവലം സേവാർത്ഥം സ്നേഹത്തിലിരിക്കുന്നു. സർവലൗകിക സംബന്ധങ്ങളും നിമിത്തമാത്രമെന്ന് മനസ്സിലാക്കി പരിപാലിക്കുന്നു. സർവരുടെയും കൂടെയാണെങ്കിലും ന്യാരെ പ്യാരെയായി നഷ്ടമോഹസ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് കേവലം ഒരു നിരാകാർ ബാബയിലാണ് മോഹം. സർവസംബന്ധവും ബാബയോട്, സർവപ്രാപ്തികളും ബാബയിൽ നിന്ന്. ഒരു ബാബയിൽ നിന്നും സർവ്വതും ലഭിക്കുമ്പോൾ ബുദ്ധി മറ്റൊരിടത്തേക്കും പോകില്ല. ഒരു ബാബ, രണ്ടാമതൊരാളില്ല. ഈ സ്മൃതിയിൽ ഞാൻ സദാ ഉപരാമമായിരിക്കുന്നു. സദാ ഭായി ഭായി ആത്മിക സംബന്ധത്തിൻ്റെ സ്മൃതി.
ഒരു ബാബയോട് കമ്പൈൻഡായി പരിവാരത്തിൻ്റെ കൂടെ പാർട്ട് അഭിനയിച്ച് ഞാൻ സദാ ട്രസ്റ്റിയായിരിക്കുന്നു. ആരോടും വെറുപ്പില്ല, ഒന്നിനോടും ആസക്തിയില്ല, സാക്ഷിയായി കാണുന്നു. പരിവർത്തനമാകുന്നതിൻ്റെ ശുഭഭാവന വയ്ക്കുന്നു. ഞാൻ കർമ്മബന്ധനത്തിൽ നിന്നും വേറിട്ട് നഷ്ടോമോഹസ്ഥിതിയിലിരിക്കുന്നു. ദേഹത്തിൽ നിന്നും വേറിട്ട് സംബന്ധത്തിൽ നിന്നും ഉപരാമമായി ഞാൻ നഷ്ടോമോഹ സ്മൃതി സ്വരൂപമാകുന്നു. ബാബ എൻ്റെ പാലന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാഠം പഠിപ്പിക്കുന്നു, നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഓരോ ചുവടിലും ബാബയുടെ നിർദ്ദേശമെടുത്ത് ഉയർന്ന പദവി നേടുന്നു. ഞാൻ നഷ്ടമോഹിയായി ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടുന്നു. എൻ്റെ ഹൃദയത്തോട് തന്നെ ചോദിക്കുന്നു, ഒന്നിനോടും എനിക്ക് മോഹമില്ലല്ലോ. അന്തിമത്തിൽ ഒരു പഴയ സംബന്ധവും ഓർമ്മ വരരുത്. എല്ലാ കർമ്മക്കണക്കുകളും ഇല്ലാതാകണം. ഞാനിപ്പോൾ പരിധിയില്ലാത്ത ബാബയുടെ സന്മുഖത്തിലിരിക്കുന്നു. ഉയർന്നതിലും ഉയർന്ന ബാബയുടെ ശ്രീമതത്തിലൂടെ ഉയർന്നതിലും ഉയർന്ന പദവി നേടുന്നു. ബാബ എന്നെ പഠിപ്പിച്ച് സുഖികളാക്കി മാറ്റുന്നു. പിന്നീട് ഞാൻ എൻ്റെ നിർവാണധാമത്തിലേക്ക് തിരിച്ചു പോകും. ഞാൻ വളരെ സന്തോഷത്തിലിരിക്കുന്നു, ഒപ്പം നഷ്ടമോഹ ആകുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ മോഹജീത് രാജാവും റാണിയുമാകും. ഈ പഴയ ലോകം അവസാനിക്കുകയാണ്. ഇപ്പോൾ തിരിച്ചു പോകണം. പിന്നെ ഇതിൽ മമത്വമില്ല. ശിക്ഷ അനുഭവിക്കാതെ ഉയർന്ന പദവി നേടണം. യോഗബലത്തിലൂടെ കർമ്മക്കണക്കുകളില്ലാതാകുന്നു. പഴയ സംബന്ധവും ഓർമ്മ വരില്ല. ഇപ്പോൾ ബ്രാഹ്മണരുമായി ബന്ധം വയ്ക്കുന്നു. പിന്നീട് ബന്ധം ദേവതകളോടായിരിക്കും. 84 ജന്മത്തിൻ്റെ ചക്രം കറങ്ങുന്നു. ഞാൻ ത്രിലോകീനാഥൻ, ത്രികാലദർശിയുമായി മാറുന്നു. ബാബ ഇപ്പോൾ വീടിൻ്റെയും രാജധാനിയുടെയും ഓർമ്മ ഉണർത്തി തരികയാണ്. ഞാൻ രചയിതാവിനെ അറിയുന്നു. സൃഷ്ടിചക്രത്തിൻ്റെ ആദി മധ്യ അന്ത്യത്തെയും അറിയുന്നു. ഇവിടെ ഒരേ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നു. ഈ ടീച്ചർ അച്ഛനുമാണ്, ഗുരുവുമാണ്. ഞാൻ കൽപ്പകൽപ്പം ബാബയിൽ നിന്നും പഠിക്കുന്നു. ശ്രീമതത്തിലൂടെ നടന്ന് ശ്രേഷ്ഠമാകുന്നു. കേവലം ബാബ പറയുന്നു, പവിത്രമായി മാറൂ. യോഗബലത്തിലൂടെ ഞാൻ സദാ ആരോഗ്യവാനും ധനവാനുമാകുന്നു. ബാബ പറയുന്നു, മന്മനാഭവ, എന്നെ ഓർമ്മിക്കുമെങ്കിൽ നിങ്ങൾ പവിത്രമായി മാറും. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കുമ്പോഴും കേവലം ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. ലൈറ്റ് ഹൗസായി മാറുന്നു. ദേഹി അഭിമാനിയാകുന്നതിന്
ഗുപ്തമായി പരിശ്രമിക്കുന്നു. ഞാൻ ഓർമ്മയിലൂടെ എൻ്റെ തലയിലെ പാപഭാരമിറക്കുന്നു. ദേഹി അഭിമാനിയായി ബാബയെ ഓർമ്മിക്കുമ്പോൾ മായയുടെ പ്രഹരമേൽക്കേണ്ടി വരില്ല. 84 ജന്മങ്ങളെടുത്ത് ഞാൻ പടിയിറങ്ങുന്നു. വീണ്ടും കയറുന്ന കല ഒരേ ഒരു ജന്മത്തിലുണ്ടാകുന്നു. യാതൊരു ചിന്തയുമില്ലാതെ തന്നെ ഗുപ്തമായ രാജധാനി ശ്രീമതത്തിലൂടെ സ്ഥാപന ചെയ്യണം. വിഘ്നങ്ങളെക്കുറിച്ച് ചിന്തയില്ല. ഞാൻ സദാ സന്തോഷത്തിലിരിക്കുന്നു. ഇതെൻ്റെ വാനപ്രസ്ഥാവസ്ഥയാണ്. ആത്മാഭിമാനിയാകുന്നതിൻ്റെ ഗുപ്തമായ പരിശ്രമം ചെയ്യുന്നു. ബാബ വരദാനം തന്നിരിക്കുന്നു. സമ്പൂർണ്ണ നിശ്ചയ ബുദ്ധിയായി ഭവിക്കട്ടെ. ഞാൻ ഏതൊരു വികരാള സമസ്യയെയും ശീതളമാക്കി മാറ്റുന്നു. വ്യർത്ഥ സങ്കല്പമാകുന്ന ദുർബലതയുടെ അണുക്കളെ തൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല. ഡ്രാമയുടെ ഇളക്കങ്ങളുടെ ദൃശ്യത്തിൽ പോലും മംഗളത്തിൻ്റെ അനുഭവമുണ്ടാകണം. പ്രശ്നങ്ങൾ വികരാള രൂപത്തിൽ വന്നാലും സദാ നിശ്ചയ ബുദ്ധി വിജയിയായി മാറുന്നു. വലിയ പ്രശ്നങ്ങൾ പോലും ശീതളമായി മാറുന്നു. ആർക്കാണോ ബാബയോടും സേവനത്തോടും സ്നേഹമുള്ളത് അവർക്ക് പരിവാരത്തിൻ്റെ സ്നേഹം സ്വതവേ ലഭിക്കുന്നു. ഓം ശാന്തി.